ഈ മുംബൈ ഭീകരാക്രമണം ചർച്ചയാവുന്ന വലിയ രീതിയിൽ ചർച്ചയാവുന്ന ഈ ഒരു സമയത്ത് നമ്മുടെ കേരളത്തിലും ഇതുപോലൊരു ഭീകരനുണ്ട്. നമുക്കറിയാം, പ്രാണേഷ് കുമാർ. പ്രാണേഷ് കുമാറിനെ നേരിട്ടറിയാവുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ സാറിന് ഈ ഒരു വിഷയത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നോക്കിക്കാണുന്നതെന്നല്ല, പ്രാണേഷ് കുമാറിനെ എനിക്ക് നേരിട്ട് അറിയാം. മനസ്സിലായില്ലേ? പ്രാണേഷ് കുമാറിനെ ശരിക്കും പറഞ്ഞാൽ എന്റെ ബന്ധുവാണ് ഈ പ്രാണേഷ് കുമാർ. അതായത് എന്റെ ഒരു അമ്മാവന്റെ മകനാണ്. പത്തനംതിട്ട ജില്ലയിൽ അടൂർ താലൂക്കിൽ പന്തളത്ത്. പക്ഷെ ഇദ്ദേഹം പന്തളം എന്ന് പറയുന്ന സ്ഥലത്ത് ആണ് ഇവരുടെ കുടുംബം. തട്ടയിൽ ഇടയിരേത്ത് എന്ന് പറയുന്ന കുടുംബം, അത് കേരളത്തിൽ മൊത്തം അറിയപ്പെടുന്ന കുടുംബത്തിലാണ്. ഇദ്ദേഹത്തിന്റെ വീട് കല്ലും താഴത്ത് എന്ന് പറയും. ഇപ്പൊ പല ശാഖകളായിട്ടുണ്ട്. കല്ലും താഴത്തെയാണ്. ഗോപിനാഥൻ പിള്ളയുടെ മകനാണ് പ്രാണേഷ് കുമാർ. അയാൾ താമസിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ ഈ പറയുന്നത് പോലെ നൂറിനാടിനടുത്ത് താമരക്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. അപ്പം ഈ ഇദ്ദേഹത്തെ നേരിട്ടറിയാം. വളരെ നല്ലൊരു മനുഷ്യൻ. രണ്ട് ആൺപിള്ളേരാണുള്ളത്. പ്രാണേഷ് കുമാറും അദ്ദേഹത്തിന്റെ അനിയനുണ്ട്. അപ്പോൾ അദ്ദേഹം നല്ല സുഖമുള്ള ആളല്ല, ശാരീരികമായിട്ട് ശരം ബുദ്ധിമുട്ടുള്ള ആൾ. അപ്പൊ എഞ്ചിനീയറിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഇയാള് ഗുജറാത്തിൽ പോകുന്ന ഒരവസ്ഥയുണ്ട്. അപ്പൊ പ്രാണേഷ് കുമാറിന്റെ ആദ്യഘട്ടം എന്ന് പറഞ്ഞാൽ അതാണ്. വിശദീകരിക്കാമെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് പറയാൻ പറ്റുന്നത്, പ്രാണേഷ് കുമാർ രാവിലെയും വൈകിട്ടും കുളിച്ചൊരു അമ്പലത്തിൽ പോകുന്ന ഒരു നല്ല ഒരു ഹിന്ദു ആയിരുന്നു. കാരണം ഞങ്ങൾക്ക് ഈ കുടുംബത്തില് അവിടെ കുടുംബക്കാവുണ്ട്. അത് ഈ പറയുന്ന പന്തളത്താണ്. പന്തളത്ത് ആണ് കുടുംബക്കാവിടെ കുടുംബക്ഷേത്രമുണ്ട്. അപ്പൊ ഇതിന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും എല്ലാം വഹിക്കുന്ന ആളായിരുന്നു ഗോപിനാഥൻ പിള്ള. അതുകൊണ്ട് വളരെ ചിട്ടയായിട്ടെന്ന് പറഞ്ഞാൽ എന്ത് വരുന്ന സാധാരണ ഒരു ഹിന്ദു കുടുംബത്തിൽ രാവിലെ എണീറ്റ് അമ്പലത്തിൽ പോകുന്ന, അല്ലെങ്കിൽ കുളിച്ചിട്ട് അമ്പലത്തിൽ പോകുന്ന ശരിയുണ്ട്. അല്ല, ഇതെല്ലാം കൃത്യമായിട്ട് നടത്തിക്കൊണ്ടിരുന്ന ഒരു സാധാരണ ഉള്ള കുടുംബത്തിലെ വളരെ കൃത്യമായിട്ട് ജീവിച്ചു പോന്നിരുന്ന ഒരാളാണ് ഈ പറയുന്ന പ്രാണേഷ് കുമാർ. ഈ പ്രാണേഷ് കുമാർ എഞ്ചിനീയറിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഒരു സുപ്രഭാതത്തിൽ ഗുജറാത്തിൽ പോവുകയാണ്. ഗുജറാത്തിൽ പോയിട്ട് ഇയാൾ തിരിച്ചു വരുന്ന ഒരവസ്ഥയുണ്ട്. തിരിച്ചു വരുന്ന ഒരവസ്ഥയിൽ ആദ്യമൊക്കെ കുഴപ്പമില്ലായിരുന്നു. ഒരു 2-3 കൊല്ലം കഴിഞ്ഞിട്ട് ഇയാൾ തിരിച്ചു വരുമ്പോൾ ഒരു വരുന്ന കോലം എന്ന് പറഞ്ഞാൽ ഈ നെഞ്ചുവരെ താടിയൊക്കെ വളർത്തി, മീശയൊക്കെ വടിച്ചിട്ട്, ഒരു തൊപ്പിയൊക്കെ വെച്ചിട്ട്, ഇത് നമ്മളെ ഒരു മുസ്ലിം അല്ലെങ്കിൽ ഭീകരനെ എങ്ങനെ ഇപ്പൊ ഐഡന്റിറ്റി, സാധാരണക്കാരൻ ഭീകരന്റെ ഒരു ഐഡന്റിറ്റി ഉണ്ടല്ലോ. നമ്മൾ ഈ പാകിസ്ഥാനി എന്നൊക്കെയുള്ള ഭീകരന്മാരുടെ ഫോട്ടോ കണ്ടിട്ടില്ല, താടിയും ആ രീതിയിലുള്ള ശൈലി വരുന്നു. അപ്പം ഇവിടെ വരുന്നു. അപ്പം ബന്ധുക്കൾക്കെല്ലാം വളരെ ആശ്ചര്യമാണ്. കാരണം ഇയാൾ ഇവിടെ വന്നതിന് ശേഷം ഇയാളുമായിട്ട് പരിചയപ്പോൾ ഇയാൾ മാറും, വേറെ ഒന്നുമില്ല, ഇയാൾ മതം മാറി. അപ്പം അത് ഒരിക്കലും ആ കുടുംബക്കാർക്കൊന്നും അങ്ങോട്ട് വേറെ മതം മാറിയതിന് അവിടെ പ്രശ്നങ്ങളല്ല, അയ്യോ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നുള്ള ഒരു ആശ്ചര്യത്തോടു കൂടി മാത്രമല്ല, ഇയാൾ അതോടുകൂടി അന്തർമുഖനാണ്. ഇയാൾ കൂടുതൽ ആരോടും സംസാരിക്കാറൊന്നുമില്ല. അപ്പൊ നേരത്തെ വിശാലമായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ, അല്ലെങ്കിൽ എല്ലാത്തിനകത്ത് ഇടപെട്ടുകൊണ്ടിരുന്ന ചെറുപ്പക്കാരൻ അന്തർമുഖനാണ്. വന്നാൽ തന്നെ ഇയാള് ഈ രീതിയിൽ ഇയാളുടെ ഭാവമാറ്റം അല്ലെങ്കിൽ മതം മാറ്റത്തിന് ശേഷം താടിയും വളർത്തി ഈ പറയുന്ന ഭീകരന്റെ ലുക്കിൽ ഇവിടെ വരുമ്പോൾ, ഭീകരന്റെ ലുക്കിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന ഭീകർ, നമ്മൾക്ക് പരിചയമുള്ള ഭീകർ, പാകിസ്ഥാനി എന്നുള്ള ഭീകരെ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ബില്ലാദിനെ കണ്ടിട്ടില്ല. ഇവർക്കെല്ലാം ഒരു ഐഡന്റിറ്റി ഉണ്ട്, താടി അല്ലെങ്കിൽ തൊപ്പി. അപ്പൊ ആ ഒരു ഐഡന്റിറ്റിയിലേക്ക് ഇയാൾ മാറിയിട്ടുണ്ട്. ഇയാളുടെ വേഷവിധാനം അങ്ങനെ ആയിട്ടുണ്ട്. അപ്പം പിന്നെ ഇയാൾ 1-2-3 വട്ടം ഇവിടെ വന്നിട്ടുണ്ട്. ആ വരുന്ന സമയത്തൊക്കെ ഇയാള് 1-2 വട്ടം കൂടെ വന്നിട്ടുള്ളൂ. അപ്പം അയാൾ വന്നിട്ടുള്ളത് വളരെ കുറച്ച് സമയം നിന്നിട്ട് ഇയാൾ തിരിച്ചു പോവുകയാണുള്ളത്. അപ്പം ഇയാളുടെ കല്യാണം ഇതിന് ശേഷം കഴിഞ്ഞു. ഒരു വട്ടം ആ പെണ്ണ് വീട്ടിൽ വന്നിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് ഈ പെണ്ണ് നസ്രത്ത് എന്നെങ്ങാണ്ടാണ് അവരുടെ പേര്, അല്ലെ? അവര് വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പൊ പിന്നെ ഇയാൾ പോവുകയും ഒരു സുപ്രഭാതത്തിൽ ഈ പറയുന്നത് പോലെ വെടി കൊണ്ട്, അല്ലെങ്കിൽ വ്യാജ ഏറ്റുമുട്ടൽ ഗുജറാത്തിൽ നടക്കുന്നതിന്റെ ഭാഗമായിട്ട് വ്യാജ ഏറ്റുമുട്ടൽ കൊലപാതകം നടത്തുന്നതിനകത്ത് ഈ പറയുന്ന പ്രാണേഷ് കുമാറും അദ്ദേഹത്തിന്റെ ഭാര്യയും മരിച്ചു പോകുന്നതായിട്ട് വാർത്ത വരുമ്പോൾ ഇയാൾ ഒരു ഭീകരനാണ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനം ഇയാൾ ഉണ്ടായിരുന്നു, അതിനു വേണ്ടിയാണ് ഇയാൾ മതം മാറിയത്, അല്ലെങ്കിൽ ആ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് നിന്നാണ് മുസ്ലിം മതം സ്വീകരിച്ചതെന്നൊക്കെ ഇവിടെ പറയുന്ന നമ്മുടെ മാധ്യമങ്ങളിൽ കൂടി ചർച്ച വരുമ്പോഴാണ് ഈ പറയുന്ന ഗോപിനാഥൻ പിള്ളയൊക്കെ അറിയുന്നത്. അല്ലെങ്കിൽ അത്തരത്തിൽ ഒന്നും ചിന്തയില്ല. മതം മാറി എന്നുള്ളത് ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരു മുസ്ലിം പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നതിന് വേണ്ടി ആ സമ്മർദ്ദത്തിന് വഴങ്ങി മതം മാറിയതോ, അല്ലെങ്കിൽ ആ മതം മാറി അതിനോട് താല്പര്യം വന്നതോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. അപ്പം ഇതിന് ശേഷം ഇത് വലിയ ചർച്ചയായി. അപ്പൊ ആദ്യമൊക്കെ ഗോപിനാഥൻ പിള്ളയ്ക്ക് ഇതിനകത്ത് ഇദ്ദേഹത്തിന്റെ മകൻ ഈ പറയുന്നത് പോലെ ഒരു ഭീകരനാണെങ്കിൽ, കാരണം ഇവരൊക്കെ ഭയങ്കര ഈ ദേശസ്നേഹികളും അല്ലെങ്കിൽ അത്തരത്തിൽ വിശ്വാസമുള്ള ആൾക്കാരും ഒക്കെ, അതായത് ഒരു BJP ലൈനുള്ള ആൾക്കാരാണ്. അപ്പം അവർക്കാണല്ലോ
രാജ്യത്തോടുള്ള സ്നേഹം കൂറ് അല്ലെങ്കിൽ ഇത്തരം ഭീകരപ്രവർത്തനം നടത്തുന്നവരെ ഏറ്റവും ആദ്യം എതിർക്കുന്നതിന്റെ കൂട്ടത്തിൽ അല്ലെങ്കിൽ പരസ്യമായിട്ട് എതിർക്കുന്നതിന്റെ കൂട്ടത്തിൽ നിൽക്കുന്ന ആളൊക്കെ തന്നെയായിരുന്നു ഗോപിനാഥൻ പിള്ളയും അവരുടെ കുടുംബമൊക്കെ. അപ്പം അത്തരത്തിൽ മകനായിട്ടുണ്ടെങ്കിൽ ആ മകനെ അങ്ങനെ തന്നെ സംഭവിക്കണം എന്നുള്ള മാനസികാവസ്ഥയിലൊക്കെ തന്നെയായിരുന്നു ഗോപിനാഥൻ പിള്ള. പക്ഷെ പിന്നെ പിന്നെ നമ്മുടെ അറിയാമല്ലോ, ഈ ഭീകരനായിട്ടുള്ള അല്ലെങ്കിൽ ഗുജറാത്തിൽ 2002 ശേഷം അവിടെ ഈ വലിയൊരു കലാപം, അറിയാലോ ഗുജറാത്ത് കലാപം എന്ന് പറയുന്ന കലാപത്തിന് ശേഷം അധികാരത്തിൽ വന്ന മോദിയും അമിത്ഷായും ഇവിടെ ചെയ്തതെന്ന് പറഞ്ഞാൽ അവിടെ ഇനി ഒരു കലാപം ഉരുത്തിരിയണ്ട. അവിടുത്തെ കലാപത്തിന്റെ കാരണക്കാരായിട്ടുള്ളവർ പാകിസ്ഥാനികളാണ്. അപ്പൊ അത്തരത്തിൽ കലാപത്തിന് കാരണക്കാരായിട്ടുള്ളവരെ കണ്ടെത്തി കൊല്ലുന്നതിന്റെ ഭാഗമായിട്ട് വന്നപ്പോൾ ഈ പറയുന്ന പ്രാണേഷ് കുമാറിനെ അദ്ദേഹത്തിന്റെ ഭാര്യയെ കൊല്ലുവാണ്, അല്ലെങ്കിൽ പിടിക്കുകയാണ്. പിടിച്ചതിന് ശേഷം അവരെ ഭീകരരാണെന്ന് കണ്ട് അവരിൽ ചോദ്യം ചെയ്യുന്നതിന് അല്ലെങ്കിൽ ആ തെളിവെടുപ്പിനും മറ്റു കൊണ്ടുപോകുമ്പോഴാണല്ലോ ഇയാൾ രക്ഷപ്പെടാൻ ശ്രമിക്കുകയും അല്ലെങ്കിൽ വ്യാജ ഏറ്റുമുട്ടൽ കൊല നടക്കുകയൊക്കെ ചെയ്തത്. അപ്പൊ അവിടെ നടന്നിട്ടുള്ള പല വ്യാജ ഏറ്റുമുട്ടലും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ ഭീകരരെ പിടിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമവും ഒക്കെ ഈ മാധ്യമങ്ങൾ കൃത്യമായിട്ട് വളച്ചൊടിക്കുന്നുണ്ടായിരുന്നു. അതായത് മാധ്യമങ്ങൾക്ക് അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. അവർ ഭീകരരല്ല, അവർ കൃത്യമായിട്ട് ആ പ്രവർത്തനം ഇന്ത്യയിൽ നടത്തുന്നതിന് പല ആൾക്കാരും കൂട്ടുനിൽക്കുന്നതിന്റെ കൂട്ടത്തിൽ ചില മാധ്യമങ്ങളും കൂട്ടുനിന്നോ എന്ന് സംശയിക്കേണ്ടിയിരിക്കും നമുക്ക്. അപ്പൊ അന്ന് പ്രാണേഷ് കുമാറിനെ കൊന്നപ്പോഴും ഈ വ്യാജ ഏറ്റുമുട്ടലുകളെ ന്യായീകരിക്കുകയും അല്ലെങ്കിൽ അമിത്ഷാ അത് ഒരു പ്രത്യേക വിഭാഗത്തിനെതിരെ കൃത്യമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അവരെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ചെയ്യുന്നതാണ്, അവരെന്നും ഈ പറയുന്ന ഭീകരന്മാരല്ലെന്ന് ചിത്രീകരിക്കുന്ന സമയം അല്ലെങ്കിൽ അത്തരത്തിൽ വളരെ വ്യക്തതയോടുകൂടി എല്ലാ മാധ്യമങ്ങളും, പ്രത്യേകിച്ച് കേരളത്തിലെ മാധ്യമങ്ങൾ അതിനകത്ത് പ്രത്യേക ഒരു താല്പര്യമെടുത്തു. ഇവിടുത്തെ ചില അല്ലെങ്കിൽ ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ അവരും ഇയാളുടെ കൂടെ നിന്നു. അപ്പൊ ഇയാൾക്ക് സംശയം വന്നു, സ്വന്തം മകനാണല്ലോ, ഇതിനകത്തൊരു വ്യാജ ഏറ്റുമുട്ടലുണ്ടോ. അപ്പൊ അതനുസരിച്ച് അദ്ദേഹം കേസിന് പോവുകയും മറ്റു കാര്യങ്ങൾക്ക് പോവുകയും ഒക്കെ ചെയ്തതാണ് അന്ന് ഈ ഗോപിനാഥൻ പിള്ള എന്ന് പറയുന്ന ആൾക്ക് പറ്റിയത്. അദ്ദേഹത്തിന് കാരണം സ്വന്തം മകൻ, അദ്ദേഹം മകനെ 2 മക്കളെ ഉള്ളൂ, അയാളുടെ ആകെപ്പാടെയുള്ള അത്താണി എന്ന് പറഞ്ഞാൽ ഈ മകനാണ്. ഈ മകനെ വെളിയിൽ ജോലിക്ക് പോവുകയാണ്. 2ാമത്തെ മകൻ എന്ന് പറഞ്ഞാൽ അയാൾക്ക് ആരോഗ്യമുള്ള ആളല്ല. അപ്പം ഈ മകനെ കൊണ്ടാണ് ആ വീട് കഴിയേണ്ടത്, അല്ലെ അച്ഛനും അമ്മയ്ക്കും നാളെ കാലത്തെ പ്രായമാകുന്ന സമയത്തല്ലേ വീട് നോക്കേണ്ടത്, അവർക്ക് സംരക്ഷണം കൊടുക്കേണ്ടത്. അപ്പം ആ മകനെ ആദ്യം മരിച്ചപ്പോൾ അവൻ ഒരു ഭീകരനാണ്, അതുകൊണ്ട് അവന് ആ പ്രവൃത്തിയായിട്ട് ബന്ധപ്പെട്ട് പോലീസ് പിടിച്ചപ്പോൾ രക്ഷപ്പെടാൻ ശ്രമിച്ച് ഏറ്റുമുട്ടൽ മരിച്ചതാണെന്ന് പറഞ്ഞ കാര്യം പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ട മാനസികാവസ്ഥയുള്ള ഗോപിനാഥൻ പിള്ളയെ അതങ്ങനെയല്ല, അതൊരു കൃത്യമായ ഓപ്പറേഷൻ ആയിരുന്നു, നിങ്ങളുടെ മകൻ ഭീകരനല്ല, നിങ്ങളുടെ മകൻ നല്ലവനായിരുന്നു എന്നൊക്കെ പറഞ്ഞുള്ള ചിത്രീകരണവും അല്ലെങ്കിൽ അത്തരത്തിൽ മാധ്യമങ്ങളുടെ ഒരു പോക്കും പ്രതിപക്ഷ പാർട്ടികൾക്ക് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഈ പറയുന്ന BJP കുറ്റം പറയാൻ ഈ വ്യാജ ഏറ്റുമുട്ടൽ ഉപയോഗിച്ചപ്പോൾ ഗോപിനാഥൻ പിള്ളയ്ക്ക് സംശയം വന്നു. ഗോപിനാഥൻ പിള്ള മാധ്യമങ്ങളുടെ കൂടെ അദ്ദേഹത്തിന്റെ മകന്റെ നീതിക്ക് വേണ്ടി കോടതികളിലും മറ്റും കയറി ഇറങ്ങി. എനിക്കറിയാം ചില ചർച്ചകളൊക്കെ പറഞ്ഞു ഗോപിനാഥൻ പിള്ളയെ ആരാണ്ടൊക്കെ അല്ലെങ്കിൽ സ്വാധീനിച്ചു. അതിനകത്ത് സ്വാധീനിച്ചെന്ന് പറഞ്ഞാൽ ഈ പറയുന്നത് പോലെ ഈ ഇദ്ദേഹത്തെ കൊന്നത് ന്യായമല്ലെന്ന് കാണുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് ചില ആൾക്കാരത് സംസാരിക്കാൻ പോകുന്നല്ല. അദ്ദേഹത്തിന് സാമ്പത്തികമായിട്ട് ആരും സഹായിച്ചിട്ടുള്ളോ അല്ലെങ്കിൽ ആ തരത്തിൽ സാമ്പത്തികം മേടിച്ചിട്ട് ഈ കേസ് ചെയ്തിട്ടുള്ളോ ഒന്നുമല്ല. അദ്ദേഹത്തിന്റെ സമ്പത്ത് ഉപയോഗിച്ച് അല്ലെങ്കിൽ സ്വത്ത് ഉപയോഗിച്ച് തന്നെയാണ് അദ്ദേഹത്തിന്റെ മകന് വേണ്ടി കോടതി കയറി ഇറങ്ങിയത്. അപ്പം ഏറ്റവും അവസാനം ഈ പറയുന്നത് പോലെ ഈ ബോംബെ ഭീകര ആക്രമണ കേസുമായിട്ട് ബന്ധപ്പെട്ട് റാണയെ അല്ലെങ്കിൽ ഈ പറയുന്ന ഹെഡ്ഡിയും പ്രതികളാണെന്ന് കണ്ട് ഇതിന്റെ കെയർ-ഓഫിൽ ഇന്ത്യക്ക് ചോദ്യം ചെയ്യാൻ അവസരം കിട്ടി. അന്ന് NIA-യുടെയോ അല്ലെങ്കിൽ NIA-യുടെ ആണെന്ന് തോന്നുന്നു ഉത്തരവാദിത്തമുള്ള ഇവിടുന്ന് ചോദ്യം ചെയ്യാൻ ഏൽപ്പിച്ച നമ്മുടെ ബെഹ്റ എന്ന് പറയുന്ന DGP അമേരിക്കയിൽ പോയി ഹെഡ്ഡിയെ ചോദ്യം ചെയ്തപ്പോൾ, ഹെഡ്ഡിയെ വിശദമായിട്ട് ചോദ്യം ചെയ്തപ്പോൾ ഈ ഭീകരാക്രമണം അല്ലെങ്കിൽ ഈ ഭീകരനെ പറ്റി ഏറ്റവും ആദ്യം അയാൾ പറഞ്ഞ കൂട്ടത്തിൽ അയാൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഭീകരന്മാർ ഇന്ത്യയിലുള്ളതിനകത്ത് വന്ന ആളാണ് ഈ പറയുന്ന പ്രാണേഷ് കുമാറും അദ്ദേഹത്തിന്റെ ഭാര്യയും. അപ്പം ആ വിവരം ഇവിടെ വന്നപ്പോഴാണ് അതുവരെ മറച്ചു പിടിച്ചിരുന്ന മാധ്യമങ്ങൾ പിന്നെ മിണ്ടാതെയായത്. ഗോപിനാഥൻ പിള്ളയ്ക്ക് മനസ്സിലായത് പ്രാണേഷ് കുമാർ എന്ന് പറയുന്ന ഭീകരൻ എത്രത്തോളം വലിപ്പമുള്ള ആളായിരുന്നു, അദ്ദേഹത്തിന്റെ ഭാര്യ എത്രത്തോളം വലിപ്പമുള്ള സ്ത്രീയായിരുന്നു. അപ്പം ഈ പ്രാണേഷ് കുമാരൻ മരിച്ചതിന് ശേഷം ഈ ഗോപിനാഥൻ പിള്ള 2 കുഞ്ഞുങ്ങളുണ്ട് അവർക്ക് അദ്ദേഹം ഈ പ്രാണേഷ് കുമാറിന്റെ സ്വത്തും ഒക്കെ വിറ്റിട്ട് അവർക്ക് ഗുജറാത്തിൽ കൊണ്ട് കൊടുക്കുകയൊക്കെ ചെയ്തു. അപ്പം അദ്ദേഹം അന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞത്, നമ്മുടെ അമ്മ ഞാൻ രസമായിട്ട് സംസാരിക്കും, എനിക്ക് ഇവരെ നേരിട്ട് അറിയാം, പറഞ്ഞതെന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളല്ലേ, അവന്റെ രക്തത്തിൽ പറഞ്ഞതല്ലേ, അവനിവിടെ കുറെ സ്വത്തുണ്ട്, അത് അനുഭവിച്ചിട്ട് അവരെ ചെന്ന് കാണുമ്പോഴും അവർക്കും ഈ ഭീകര പ്രവർത്തനമായിട്ടൊന്നും ബന്ധമുള്ള ആൾക്കാരല്ല, പാവം പിടിച്ച മുസ്ലിം കുടുംബമാണ്. അപ്പൊ കുടുംബങ്ങൾക്കൊന്നും പ്രാണേഷ് കുമാറിന്റെ വീട്ടുകാർക്ക് അറിയാൻ വയ്യാത്തതുപോലെ ഈ മുസ്ലിം കുടുംബത്തിനും ഈ പറയുന്ന പെണ്ണുമ്പോൾ അല്ലെങ്കിൽ ഇവൻ കല്യാണം കഴിച്ച പെണ്ണ് ഭീകര അല്ലെങ്കിൽ ഇതുമായിട്ട് നടക്കുവാണെന്നൊന്നും അറിയത്തില്ല. അവര്
ഈ കല്യാണം കഴിച്ചതിന് ശേഷം ഇവര് തമ്മിൽ ഒരു അല്ലെങ്കിൽ ഇവര് തന്നെ ഉള്ള ഒരു ജീവിതവും അല്ലെങ്കിൽ അവർ കുടുംബമായിട്ടൊക്കെ അകന്നു പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം ആ രീതിയിലേക്കാണ് ഇതിന്റെ ഒരു കഥ. അതായത് ഒരു ഭീകരൻ എന്ന് പറയുന്ന ആൾ ഈ അല്ലെങ്കിൽ അത്തരത്തിൽ ഈ പറയുന്ന പ്രാണേഷ് കുമാറിന്റെ പുറകിൽ അല്ലെങ്കിൽ ഗോപിനാഥൻ പിള്ളയെ പിന്നെ ആരൊക്കെയോ സ്വാധീനിച്ചെന്നോ അല്ലെങ്കിൽ അയാൾ ഈ പറയുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഭാഗമായിട്ട് നിന്നാണ് ഇതിനൊക്കെ പ്രവർത്തിച്ചതെന്നോ ഒന്നുമല്ല. പ്രാണേഷ് കുമാർ എന്ന് പറയുന്ന ആളിന്റെ അച്ഛൻ ഗോപിനാഥൻ പിള്ള അദ്ദേഹത്തിന് ആദ്യം ഈ പറയുന്നത് പോലെ അദ്ദേഹത്തിന്റെ മകൻ ഭീകരനാണെന്ന് അറിഞ്ഞപ്പോൾ അതിനെ തള്ളിപ്പറയുകയും പിന്നെ ഇവിടുത്തെ മാധ്യമങ്ങളും അല്ലെങ്കിൽ ചില രാഷ്ട്രീയ പാർട്ടികളും എല്ലാം കൂടി രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയും അല്ലെങ്കിൽ വേറെ എന്തോ താല്പര്യത്തിന് വേണ്ടിയും പ്രാണേഷ് കുമാറിനെ കൊന്നത് ഭീകരനായിട്ടില്ല, അയാൾ മതം മാറിയത് കൊണ്ടാണ്, പ്രത്യേകിച്ച് മതവിഭാഗം കൊണ്ടാണ്, അത് ഒരു വ്യാജം ഏറ്റുമുട്ടലാണെന്നൊക്കെ പറഞ്ഞപ്പോൾ സ്വന്തം മകൻ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ സത്യാവസ്ഥ വെളിയിൽ വരുന്നതിന് വേണ്ടി മാത്രം നീതി അല്ലെങ്കിൽ പോരാടി അല്ലെങ്കിൽ കോടതിയിൽ പോരാടി അതിന്റെ പുറകിൽ നടന്ന ഒരു അച്ഛനാണ് അദ്ദേഹം. അല്ലാതെ അദ്ദേഹം വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു. കാരണം അദ്ദേഹത്തിന് ആരുടെയും കയ്യിൽ നിന്ന് പൈസ മേടിക്കേണ്ട ആവശ്യമില്ല, ആരുടെയും കയ്യിൽ നിന്ന് അദ്ദേഹം 5 പൈസ മേടിച്ച് ഈ കേസിന്റെ പുറകെ പോയിട്ടില്ല. സമ്പത്തുള്ള മനുഷ്യനാണ്, വളരെ മര്യാദയുള്ളതും അല്ലെങ്കിൽ മാന്യമായിട്ട് ജീവിക്കുന്നതും അല്ലെങ്കിൽ ന്യായവും നീതിയുമായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. അതിനുശേഷം അദ്ദേഹം ഒരു കാർ അപകടത്തിൽ മരിച്ചുപോയി. കാരണം എനിക്കറിയാം, നമുക്ക് സങ്കടം വരും. നല്ല മനുഷ്യനാണ്. കാരണം ആരോടും ഒരു വൈരാഗ്യമോ സംസാരത്തിൽ മര്യാദകേടോ ഒന്നും കാണിക്കാത്ത, എന്ത് കണ്ടാലും അത് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് ആരുടെ വിഷയത്തിനകത്ത് ഇടപെട്ട് അവരുടെ അല്ലെങ്കിൽ അന്യായം കാണിക്കുന്നവരും അവനോട് ക്ഷമിച്ചുകൂടെ എന്നുള്ള ഒരു മാനസികാവസ്ഥയുള്ള ആളായിരുന്നു. അതുപോലെ തന്നെയുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു പ്രാണേഷ് കുമാർ. പ്രാണേഷ് കുമാറിന്റെ ഈ ഭാവമാറ്റം അദ്ദേഹം ഭീകരനായിട്ട് ഈ പറഞ്ഞ വേറെ ചില ആൾക്കാർ ചർച്ച ചെയ്യുന്നുണ്ട്. കേരളത്തിൽ അദ്ദേഹത്തിന് യാതൊരു വിധമായ പ്രവർത്തനത്തിനും അദ്ദേഹം നിന്നിട്ടില്ല. കേരളത്തിൽ ഈ പ്രാണേഷ് കുമാർ എന്ന പേര് അല്ലെങ്കിൽ അദ്ദേഹം കേരളത്തിൽ നിൽക്കുമ്പോൾ, അദ്ദേഹത്തിന്റെ വീട്ടിൽ നിൽക്കുമ്പോൾ, അദ്ദേഹത്തിന്റെ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ നിൽക്കുമ്പോൾ ഒക്കെ പ്രാണേഷ് കുമാർ ഒരു ഭീകരബന്ധമുള്ള ആളല്ലായിരുന്നു. ഇവിടുന്ന് ഗുജറാത്തിൽ പോയതിനു ശേഷം, ജോലിക്ക് പോയതിനു ശേഷം മാത്രമാണ് ഒരു ഭീകരനായിട്ട് അയാൾ പരിവർത്തനം വരുന്നതും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അതിനകത്ത് ആയി പോകുന്നതും ഒക്കെ. അല്ലാതെ കേരളത്തിൽ ഈ കഴിഞ്ഞ ദിവസം ചില മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്, കേരളത്തിൽ നിന്നപ്പോഴും ഈ പറയുന്ന അൽ ഖ്വയ്ദ ഭീകരൻ ഉണ്ടായിരുന്നു, തടിയന്റെ ഇവിടെ നസീറിന്റെ കൂട്ടുള്ള ഒരാൾ കേരളത്തിൽ നേരത്തെ ഉണ്ട്. ഇല്ല, പ്രാണേഷ് കുമാർ ഒരിക്കലും കേരളത്തിൽ നിൽക്കുമ്പോൾ, പത്തനംതിട്ട ജില്ലയിൽ നിൽക്കുമ്പോൾ, തട്ടയിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഈ പറയുന്ന നൂറിനാട്ട് നിൽക്കുമ്പോൾ ഒന്നും ഭീകരനല്ലായിരുന്നു. അയാൾ ഇവിടുന്ന് പോയി, നൂറിനാട്ടൂന്ന് പോയി, ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് പോയി, ഏതോ സാഹചര്യത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അവരുടെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഭീകരനായിട്ട് മാറി തിരിച്ചു വരുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. ഇതാണ് പ്രാണേഷ് കുമാറിന്റെ യഥാർത്ഥ കഥ. പ്രാണേഷ് കുമാർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഈ പറയുന്ന ജാവേദ് എന്നാണ് പിന്നെ അയാൾക്ക് പേര് സ്വീകരിച്ചത്. അതൊന്നും നമുക്ക് വ്യക്തതയില്ല. ജാവേദ് എന്ന് പറയുന്ന പേര് സ്വീകരിച്ച് ഒരു കൊടും ഭീകരനായ കോൾബാൻ ഹെഡ്ലി ഏൽപ്പിച്ച, അതായത് നമ്മുടെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും കൊല്ലുന്നതിന് വേണ്ടി ഏൽപ്പിച്ചിരുന്ന 2 പേരാണ് ഈ ഭാര്യയും ഭർത്താവും. അദ്ദേഹം അദ്ദേഹത്തിന്റെ മൊഴിയിൽ നിന്ന് വന്നതെന്ന് പറഞ്ഞാൽ പലവട്ടം 4 5 വട്ടം അറ്റംപ്റ്റ് നടത്തി പരാജയപ്പെട്ടു പോയി. അതിനുവേണ്ടി ഏൽപ്പിച്ചിരുന്നു. അപ്പം അന്ന് ആഭ്യന്തരമന്ത്രി പറഞ്ഞത് ഇവർ ഭീകരനാണ്, അൽ ഖ്വയ്ദയുടെ വക്താക്കളാണ്, ഇവരുടെ ഉദ്യമം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഗുജറാത്ത് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അതിനുശേഷം പല ആൾക്കാരെയും കൊല്ലുന്നതിന് വേണ്ടിയുള്ള ചാവേറുകളായിട്ടാണ് ഇവരെ ഇവിടെ വന്നിട്ടുള്ളത്. അതിന്റെ ഇടയ്ക്കാണ് പിടികൂടി എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് വ്യാജമാണെന്ന് പറഞ്ഞു. അവസാനം ഇവരെ ഏൽപ്പിച്ച, ഇന്ന് ലോകം ചർച്ച ചെയ്യുന്ന, ഇപ്പോഴും ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരനായിട്ടുള്ള IS ഭീകരന്മാരുമായിട്ട് ബന്ധമുണ്ട് അല്ലെങ്കിൽ അതിനെല്ലാം നേതൃത്വം കൊടുത്തിരുന്ന ഇപ്പോഴും അമേരിക്കൻ വംശജനായ അല്ലെങ്കിൽ ഈ ഹെഡ്ലിയുടെ മൊഴിയാണ് ഞാൻ ഈ പറഞ്ഞത്. അന്ന് മാധ്യമങ്ങൾ ബെഹ്റ അത് പറഞ്ഞപ്പോൾ, ആ മൊഴി വെളിയിൽ വന്നപ്പോൾ മാധ്യമങ്ങൾ നിർത്തി. പിന്നെ ഈ വെള്ളപൂശാൻ നിന്നില്ല, അല്ലെങ്കിൽ മനഃപൂർവ്വം വെള്ളപൂശാൻ നിന്നിരുന്നവർ നിർത്തി. കാരണം വെളിയിൽ വന്നല്ലോ യാഥാർത്ഥ്യം. യഥാർത്ഥത്തിലുള്ള കാര്യം അതാണെന്ന് അറിഞ്ഞാൽ പോലും ഇവിടെ കേരളത്തിലെ പ്രതിപക്ഷ കക്ഷികളും മാധ്യമങ്ങളും ആർക്കോ വേണ്ടി അതങ്ങനെയല്ല എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം അന്നും ഇന്നും നടക്കുന്നുണ്ട്. അതായത് ഇവിടെ നടക്കുന്ന മോശമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്ര ഭീകരന്മാരെ പോലും വെള്ള പൂശുന്നതിന് കൃത്യമായിട്ട് നിൽക്കുന്ന മാധ്യമങ്ങൾ അല്ലെങ്കിൽ ചില പ്രതിപക്ഷ പാർട്ടികൾ അല്ലെങ്കിൽ അത്തരത്തിൽ ചില ആൾക്കാർ
ഇതൊക്കെ ചില ആൾക്കാർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നതായിട്ട് നമ്മൾക്ക് അതിന്റെ സത്യാവസ്ഥ വരുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ആരുടെയൊക്കെ കയ്യിൽ നിന്ന് അച്ചാരം മേടിച്ചുകൊണ്ട് തന്നെ രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്നതിന് ചില ആൾക്കാരും ചില പ്രതിപക്ഷ പാർട്ടികളും മാധ്യമങ്ങളും ഒക്കെ നിൽക്കുന്നു എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കും. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ പ്രാണേഷ് കുമാറിനെ വെള്ളപൂശുന്നതിനും അല്ലെങ്കിൽ ആ കേസ് ഒരിക്കലും തെളിയത്തില്ല, ഇത്തരത്തിലൊരു മൊഴി എങ്ങും വരത്തില്ല എന്നുകൊണ്ട് എന്നും ലൈംലൈറ്റ് നിർത്തുന്നതിനും പ്രത്യേകിച്ച് കേരള മാധ്യമങ്ങൾ തയ്യാറായതെന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാവുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.